الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما فقد قال النبي صلى الله عليه وسلم إن الله كره لكم ثلاثا قيل وقال وإضاعة المال وكثرة السؤال أو كما قال عليه الصلاة والسلام رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു നമുക്കെല്ലാം ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. 25-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാനിന്റെ ഏതാണ്ട് 63-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകൾ പറയുകയാണ്. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ളവർ, അല്ലാഹുവുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചവർ. അവരുടെ ധാരാളം കാര്യങ്ങൾ ആ സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പരമകാരുണികന്റെ ദാസന്മാരുടെ നിരവധി സവിശേഷതകൾ അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു പറയുന്നത് വല്ലദീന ഇദാ അൻഫഖൂ, അല്ലാഹുവിന്റെ അടുത്ത ദാസന്മാർ, പടച്ചവന്റെ സ്നേഹിതർ, അവർ ചെലവ് ചെയ്യുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ ദുർവ്യയം കാണിക്കുകയില്ല, ധൂർത്ത് കാണിക്കുകയില്ല. ഫലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, ധൂർത്തും കാണിക്കൂല, പിശുക്കും കാണിക്കൂല. വകാന ബൈന ദാലിക ഖവാമാ, ധൂർത്തിന്റെയും പിശുക്കിന്റെയും ഇടയിൽ മധ്യ നിലവാരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് അത്തരക്കാർ എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ നിരവധി സവിശേഷതകളിൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അല്ലാഹു പറയുകയാണ്. അവർ ചെലവഴിച്ചാൽ, സമ്പത്ത് ചെലവഴിച്ചാൽ ധൂർത്തും കാണിക്കൂല, പിശുക്കും കാണിക്കൂല. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, നിരവധി അനുഗ്രഹങ്ങൾ. ശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഇതൊരിക്കലും സാധ്യമല്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ ലഅസീദന്നകും, ഞാനത് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, ഇനി നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നില്ല, നിഷേധമാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അത് കടുപ്പമാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. നന്ദി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങളുണ്ട്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് കൃത്യമായി അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുക നന്ദി രേഖപ്പെടുത്തലിന്റെ ഭാഗമാണ്. നമസ്കരിക്കുക, ദിക്ർ ചെയ്യുക, ഖുർആൻ ഓതുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നമ്മുടെ കുടുംബത്തിന്, ഭാര്യ, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സന്താനങ്ങൾക്ക്, അവർക്ക് കൂടി അത് ഷെയർ ചെയ്യുക.
പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, നിരാലംബരെ സഹായിക്കുക, സദഖ കൊടുക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഇതൊക്കെ നന്ദിയുടെ ഭാഗമാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ നന്ദിയുടെ ഭാഗമാണ് ഈ കർമ്മങ്ങളൊക്കെ. എന്നാൽ അടിസ്ഥാനപരമായ നന്ദി എന്ന് പറയുന്നത്, ഏറ്റവും കാമ്പായ നന്ദി എന്ന് പറയുന്നത്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മിസ്യൂസ് ചെയ്യാതിരിക്കുക, ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത്, പിശുക്ക്, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണം പടച്ചവൻ പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ. സമ്പത്ത് ചെലവഴിച്ചാൽ വളരെ സൂക്ഷിച്ച്, അമിതം കാണിക്കാതെ, വളരെ സൂക്ഷിച്ച് ധൂർത്തിന്റെ വശത്തേക്ക് പോകാതെ അതിനെ ചെലവഴിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇസ്റാഫിന്റെ വശത്തേക്ക്, ധൂർത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയാൽ അള്ളാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുപ്പമാണ്, എന്റെ ശിക്ഷ കടുപ്പമാണ്. ധൂർത്ത് എന്ന് പറഞ്ഞാൽ ഇസ്റാഫ്, ദുർവ്യയം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം തജാവുസുൽ ഹദ്ദി ഫിൽ ഇസ്തിഅമാൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അതിന്റെ ഉപയോഗത്തിന് ഒരു പരിധിയുണ്ട്. വെള്ളം ഒരു അനുഗ്രഹമാണ്, അത് ഉപയോഗിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. വസ്ത്രം ധരിക്കുക, നഗ്നത മറയ്ക്കുക, അതൊരു അനുഗ്രഹമാണ്, അതിനും ഒരു പരിധിയുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിധിയുണ്ട്. ഈ പരിധിക്കപ്പുറം അതിനെ വിനിയോഗിക്കുക, ഇതിനാണ് ഇസ്റാഫ് എന്ന് പറയുന്നത്. തജാവുസുൽ ഹദ്ദി ഫിൽ ഇസ്തിഅമാൽ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്യുക, ആവശ്യത്തിനും അനാവശ്യത്തിനും അപ്പുറം അതിനെ ഉപയോഗിക്കുക. ധാരാളം കാര്യങ്ങൾ ഇസ്റാഫിന്റെ ഭാഗമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ. അള്ളാഹു 3 കാര്യങ്ങൾ നിങ്ങളിൽ വെറുത്തിരിക്കുന്നു. 3 കാര്യങ്ങൾ അള്ളാഹുവിന് വളരെയധികം വെറുപ്പാണ്, ദേഷ്യമാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ഖീല വഖാൽ. ഖീല വഖാൽ, അതും ഇതും പറയുക, ചിന്തിക്കാതെ ആലോചിക്കാതെ എടുത്തു ചാടി മറുപടി പറയുക, അഭിപ്രായം പറയുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക. ധൃതിയുടെ ആളുകൾ, ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ, അത്തരക്കാരെ അള്ളാഹുവിന് ഇഷ്ടമല്ല, അതല്ലെങ്കിൽ അള്ളാഹുവിന് അത്തരക്കാരുടെ വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ച് ആലോചിച്ച് മറുപടി പറയണം, അഭിപ്രായങ്ങൾ പറയണം, തന്ത്രജ്ഞത വേണം. ചില പണ്ഡിതന്മാര് പറയുന്നല്ലോ, ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അതിനെ ഒന്ന് തൂക്കി നോക്കണം. ഒന്ന് തൂക്കി നോക്കി, ഞാൻ പറയാൻ പോകുന്നത് ശരിയായ അഭിപ്രായമാണോ, ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ശരിയായ നിലപാടാണോ എന്ന് പല പ്രാവശ്യം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ, അത് പറയാൻ പാടുള്ളൂ. ഖീല വഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതും ഇതും പറയുക. അങ്ങനെ ഒരു സന്ദർഭം, സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കസറത്തുസ് സുആൽ. അനാവശ്യമായി ചോദ്യങ്ങൾ അധികരിപ്പിക്കുക. ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കുക. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയല്ല, അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എപ്പോൾ ചെയ്താൽ നന്നാവും, അത് അങ്ങനെ ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ബനൂ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് കിട്ടിയത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ അനാവശ്യമായ ചോദ്യങ്ങളായിരുന്നു. അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. ബനൂ ഇസ്രായേലുകാരോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു, ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. എങ്ങനെയുള്ള പശുവായിരിക്കണം, ഏത് രീതിയിൽ, അതിന്റെ കോലം, ഭാവം, രൂപം, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് 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 പണിഷ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കസറത്തുസ് സുആൽ, അനാവശ്യമായ ചോദ്യം. മൂന്നാമത്തെ കാര്യം ഇളാഅത്തുൽ മാൽ, നമ്മുടെ വിഷയം, സമ്പത്ത് പാഴാക്കി കളയുക, സമ്പത്തിനെ ദുരുപയോഗം ചെയ്യുക, അതിനെ ഇസ്റാഫിന്റെ വശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്കൊക്കെ സമ്പത്ത് നൽകി, ജീവിക്കാനുള്ളതൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വരുമാനത്തിനനുസരിച്ചാണോ നമ്മുടെ ചെലവുകൾ? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി.
നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വരുമാനം എത്രയാണ്? ദിവസം കിട്ടുന്നവരുണ്ട്, മാസം കിട്ടുന്നവരുണ്ട്, ഏതായിരുന്നാലും ഈ വരുമാനത്തിനനുസരിച്ചാണോ നമ്മുടെ ചെലവുകൾ? വിശുദ്ധ ഖുർആനിൽ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു 2 രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചെലവഴിക്കുന്ന ഒരു സ്വഭാവം മാറ്റണം. കാരണം ഇതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആഖിറത്തിൽ ഒരു വ്യക്തി റബ്ബിന്റെ സമക്ഷത്തിൽ എത്തുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വമിൻ ഇക്തസബ മാലഹു വമിൻ അൻഫഖഹു, എവിടെ നിന്നാണ്, വമിൻ ഐന ഇക്തസബഹു വ ഐന അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചത്, എവിടെയാണ് അത് ചെലവഴിച്ചത്? അള്ളാഹു ആഖിറത്തിൽ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എവിടെ നിന്ന് നീ സമ്പത്ത് സമ്പാദിച്ചു, ഏത് രീതിയിൽ? കച്ചവടമാണെങ്കിൽ കച്ചവടം എന്ന് പറയണം, ഏത് കച്ചവടം എന്ന് പോലും പറയണം കൃത്യമായിട്ട്. വമിൻ ഐന അൻഫഖഹു, എവിടെയാണ് നീ അത് ചെലവഴിച്ചത്? ഇതിന് കൃത്യമായ ഉത്തരം രേഖപ്പെടുത്താതെ ലാ യസാലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു അടിമയുടെ കാൽപാദം ചലിപ്പിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറയേണ്ടു. യാതൊരു സംശയവുമില്ല. സമ്പത്ത് എങ്ങനെയെങ്കിലും അത് വിനിയോഗിക്കാനുള്ളതൊന്നുമല്ല. അള്ളാഹു ഏൽപ്പിച്ചൊരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് മുതലാണ്. അത് മക്കളുടെ വിഷയത്തിൽ ചെലവഴിച്ചാലും, ഭാര്യയുടെ വിഷയത്തിൽ ചെലവഴിച്ചാലും, മാതാപിതാക്കളുടെ വിഷയത്തിൽ ചെലവഴിച്ച്, സദക്ക പോലും പറയുന്നത് എന്താ? സദക്കയുടെ വിഷയത്തിൽ അല്ലാഹു റസൂൽ പറയുന്നത് സൂക്ഷിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്നാ. സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. സദക്ക കൊടുക്കുന്നത് പോലും അനർഹരിലേക്ക് ചെന്നെത്താൻ പാടില്ല, അർഹതപ്പെട്ട ആളുകളിലേക്ക് പോകണം. സമ്പത്തൊരു അമാനത്താണ്. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ തോന്നിവാസം പോലെ ജീവിക്കാനോ പ്രയോഗിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സീനത്ത് എന്നാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ ആയത്തായത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ഒരു വസ്തു അലങ്കാരമാകുന്നത് അതിനെ നേരായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴുമാണ്. സമ്പത്ത് അലങ്കാരമായി മാറണമെന്നുണ്ടെങ്കിൽ അത് ദുനിയാവിൽ നല്ല രീതിയിൽ അതിനെ വിനിയോഗിക്കണം. ശരിയായ രീതിയിൽ, സൂക്ഷ്മതയോടെ, ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ചെലവഴിക്കുന്ന സ്വഭാവം മാറ്റണം. സൂക്ഷിച്ചതിനെ ചെലവഴിക്കണം. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും സമ്പത്ത് അലങ്കാരമായി തീരും. അല്ലാഹു മറ്റൊരു വാചകം ഉപയോഗിക്കുന്നത് ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന. ഒരു ഭാഗത്ത് അലങ്കാരം എന്ന് പറഞ്ഞു, മറുഭാഗത്ത് അല്ലാഹു പറയുന്നത് ശ്രദ്ധിച്ച്, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്, പരീക്ഷണമാണ്. പരസ്പര വിരുദ്ധമായ കാര്യം. ഒരു ഭാഗത്ത് അലങ്കാരം എന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ഫിത്ന, പരീക്ഷണം എന്ന് പറയുന്നു. അപ്പൊ ഈ സമ്പത്ത് ഒരുപക്ഷെ ആഖിറത്തിൽ നമുക്ക് പരീക്ഷണമായി തീരും. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഉത്തരം രേഖപ്പെടുത്താതെ കാൽപാദം ചലിക്കാൻ സാധ്യമല്ല, ചലിപ്പിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലൊരു പിതാവ്, സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുക. ഒരിക്കലൊരു പിതാവ് തനിക്ക് 3 മക്കളുണ്ട്. ആദ്യത്തെ മോനെ വിളിച്ചു. ആദ്യത്തെ മോനെ വിളിച്ചിട്ട് 10 രൂപ കൊടുത്തിട്ട് പറഞ്ഞു ചെലവഴിച്ചോളാൻ പറഞ്ഞു. 10 രൂപ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് ചെലവഴിച്ചോളാം, നിനക്ക് ഇഷ്ടമുള്ള കാര്യം വാങ്ങിച്ചോ. രണ്ടാമത്തെ മകനെ വിളിച്ചിട്ട് 100 രൂപ കൊടുത്തു, ചെലവഴിച്ചോളാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോ. മൂന്നാമത്തെ മകനെയും വിളിച്ചു, 1000 രൂപ കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെലവഴിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം നല്ല കടുത്ത ചൂടുള്ള സമയം, നഗ്നപാതരായി ചെരുപ്പില്ലാതെ സിമന്റ് പൂശിയ തറയിൽ നിൽക്കാനായിട്ട് പറഞ്ഞു. സിമന്റ് പൂശിയ തറയിൽ നഗ്നപാതരായിട്ട് നിൽക്കാനുണ്ട്. 10 രൂപ വാങ്ങിച്ച മകനോട് പറഞ്ഞു, ഇന്നലെ ഞാൻ തന്ന 10 രൂപ നീ ഏത് രീതിയിലാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ തന്ന 10 രൂപ ഏത് രീതിയിൽ നീ ചെലവഴിച്ചു? അവൻ പറഞ്ഞു, ഉപ്പ 5 രൂപയ്ക്ക് ഞാനൊരു പട്ടം വാങ്ങിച്ചു. പട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ പറത്തി കളിക്കുന്ന സാധനം. 5 രൂപയ്ക്ക് ഞാനൊരു പട്ടം വാങ്ങിച്ചു, 5 രൂപയ്ക്ക് ഞാനൊരു ഐസ്ക്രീമും വാങ്ങിച്ചു. ഓടിപ്പോയി ശക്തമായ ചൂട്. രണ്ടാമത്തെ മകൻ ഉത്തരം പറയുക, ഉപ്പ 10 രൂപ ഇവിടെ, 20 രൂപ അവിടെ, 30 അവിടെ, 25 അവിടെ, 25 അവിടെ. ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ശക്തമായ ചൂട്, ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. 1000 രൂപ കിട്ടിയ മകനെ വിളിച്ചു. എങ്ങനെയാണ് ഈ 1000 രൂപ നീ ചെലവഴിച്ചത്? അവൻ പറഞ്ഞു, ഉപ്പ 10 ഇവിടെ, 20, 100, 50 പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നില്ല.
ഒന്ന് മാറ്റി നിർത്ത്. കൃത്യമായി കണക്കുകൾ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടുവരാം, എഴുതിക്കൊണ്ടുവരാം. പറ്റൂല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇത് ദുനിയാവിലെ ചൂടാ, ഇതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി ചൂടുള്ള ആഖിറത്തിൽ വെച്ച് കൃത്യമായി അള്ളാഹു നൽകിയ സമ്പത്തിനെ സംബന്ധിച്ച് നമ്മൾ ഉത്തരം രേഖപ്പെടുത്തേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവുമില്ല. കാരണം അള്ളാഹു നൽകിയ അമാനത്താണ്, നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. നമുക്ക് മാസം ഒരു 20,000 രൂപ വരുമാനമുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ചെലവഴിക്കുന്ന എഴുതി വെക്കണം. ചില ആളുകൾക്ക് എഴുതി വെക്കാന്ന് പറയുമ്പോൾ തിരി വരും. 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഒക്കെ സാലറി കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചെലവ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ തിരി വരും. പക്ഷെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. വലത്തെ തോളിലും ഇടത്തെ തോളിലും ഇരുന്ന് കൃത്യമായിട്ട് മലക്കുകൾ എഴുതുന്നുണ്ട്. ആഖിറത്തിൽ പോകുമ്പോൾ കാണാം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ആഖിറത്തിൽ ഈ കിതാബ് കാണുമ്പോൾ അത്ഭുതപ്പെടും, വാവിട്ട് കരയും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ കാര്യവും ഒരു വലിയ കാര്യവും ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് കിതാബ് എന്ന് അത്ഭുതപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ കാര്യവും രേഖപ്പെടും. നമ്മൾ എവിടെ പൈസ ചെലവഴിക്കുന്നു എഴുതും. ശരിയായ രീതിയിൽ ചെലവഴിച്ചാലും എഴുതും, അതിനെ ദുരുപയോഗം ചെയ്താലും എഴുതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതാണല്ലോ ഇവരുടെ ജോലി, മലക്കുകളുടെ ജോലി. അപ്പൊ കൃത്യമായിട്ട് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടി വരും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹു നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. എഴുതി വെക്കണം നമ്മുടെ എല്ലാ ചെലവുകളും. 28 രൂപ പാലിന് എഴുതി വെക്കണം. ഇത് മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. 175 രൂപ പച്ചക്കറിക്ക്, 120 രൂപ ഇന്ന സാധനത്തിന്. കഴിഞ്ഞ മാസം പെട്രോൾ അടിച്ചത്, കാറിൽ പെട്രോൾ അടിച്ചത് മാത്രം 3500 രൂപ, 4000 രൂപ മാസാവസാനം കണക്കെടുക്കാൻ പറ്റും. കണക്കെടുത്തിട്ട് നമുക്ക് അടുത്ത മാസം ആ കൂടുതൽ ചെലവായത് കുറയ്ക്കാൻ പറ്റും. അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിചാരണ ചെയ്യുക. എത്ര വലിയ ഉയർന്ന ശമ്പളം തോത് വാങ്ങിക്കുന്ന ആളാണെങ്കിലും ശരി, ചെലവുകൾ എഴുതി വെക്കുക. റബ്ബിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയണം. ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എത്രയോ പൈസയാണ്. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയി. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കല്യാണത്തിന് പോകണ്ട എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തെല്ലാം പേക്കൂത്തുകളാണ്, കല്യാണ മാമാങ്കങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വീട്ടിലെ സകല ഫയലുകളും പടച്ചവൻ കുടഞ്ഞിട്ട് പരിശോധിക്കും, യാതൊരു സംശയമില്ല. കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാതെ ഒരു അടിമയുടെ കാൽപാദം ചലിപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാര്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ഇന്ന് കല്യാണത്തിന് പോയാൽ ചോറ് തന്നെ വിവിധ രീതിയിലാണ്. 10ഉം 15ഉം മോഡലുള്ള ചോറുകളാണ്. എത്രയോ ദൂർത്താണ് നടക്കുന്നത്. ചായ 1.5 ലക്ഷം രൂപയ്ക്ക് ചായ പല ഫ്ലേവറിൽ 5ഉം 6ഉം 7ഉം രീതിയിലുള്ള ചായകളാണ്. സ്റ്റേജ് ഡെക്കറേഷൻ 2 ലക്ഷം രൂപ. മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ. മക്കളെ സന്തോഷിപ്പിക്കുകയും പടച്ചവന്റെ പൊരുത്തക്കേട് വാങ്ങിക്കുകയും ചെയ്താൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മക്കളുടെ ജീവിതത്തിൽ തന്നെ അത് വന്ന് ഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശരിയായ രീതിയിൽ സമ്പത്ത് ഉപയോഗിക്കണം. പുതിയ കാറ്ററിംഗ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. കാറ്ററിംഗ് സർവീസ് 259 വിഭവങ്ങൾ. 259 വിഭവങ്ങൾ പുതിയ കാറ്ററിംഗ് സർവീസ്. ഒരു പ്ലേറ്റിന് 2500 രൂപ. ഏകദേശം 100 പേര് വന്ന് ഭക്ഷണം കഴിച്ചാൽ 25 ലക്ഷം രൂപ. 200 പേര് വന്ന് ഭക്ഷണം കഴിച്ചാൽ 50 ലക്ഷം. 400 പേരെ കല്യാണത്തിന് വിളിച്ചാൽ 1 കോടി. സമ്പത്ത് ദൂരത്തടിക്കുകയാണ്. കൃത്യമായിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം മാൽ, സമ്പത്ത് പാഴാക്കി കളയും. നമ്മളൊന്ന് നമ്മുടെ ചെലവ് നോക്കിക്കേ. ഈ ജൂലൈ മാസത്തെ കണക്ക് അടുത്ത മാസം ആദ്യം നമ്മളൊന്ന് നോക്കണം. എത്ര നമുക്ക് ചെലവായി പച്ചക്കറി ഇനത്തിൽ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന വിഷയത്തിൽ, കാറിന് പെട്രോൾ അടിക്കുന്ന വിഷയത്തിൽ ദുർവിനിയോഗം സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ്? അതിനെ പരിഹരിക്കണം. വിശുദ്ധ ഖുർആൻ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹു പാപങ്ങൾ പൊറുത്തുക പടച്ചോനെ. ഞങ്ങളുടെ കാര്യത്തിൽ ദൂർത്ത് സംഭവിച്ചിട്ടുണ്ട് നാഥ. അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരിക. കാരണം പടച്ചോൻ നീതിമാനാ. അള്ളാഹു എല്ലാവരോടും ചോദ്യം ചോദിക്കും.
അള്ളാഹുവിന്റെ നീതി കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് പാപങ്ങൾ പൊറപ്പിക്കാൻ നോക്ക്. ഇസ്രാഫ് നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും. പൈസയുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇസ്രാഫ് സംഭവിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. സൂക്ഷ്മതയുടെ വഴി. എല്ലാവരോടും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നന്ദി രേഖപ്പെടുത്തലിന് വിവിധ വശങ്ങളുണ്ട്. ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാ. ദുരുപയോഗം ചെയ്യാതിരിക്കുക. വളരെ മാന്യമായി വലീമ കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അപ്പത്തിന് 350 കറിയുടെ ആവശ്യമില്ലല്ലോ, ഒരു ചോറിന് 250 കറി, അതിന്റെ ആവശ്യമില്ല. ഒരു കറി, അതല്ലെങ്കിൽ 2 കറി, കൂടിപ്പോയാൽ 3 കറി. ആളുകളുടെ മനസ്സിന് ശരീരം തൃപ്തി അടയുന്ന നിലയിൽ. അതല്ലാതെ കൂടുതൽ വിഭവങ്ങൾ വെച്ച് വിളമ്പി ഇസ്സത്തിന് കോട്ടം വരുമോ എന്ന ഭയമാണെങ്കിൽ റബ്ബിന്റെ മുന്നിൽ ഇസ്സത്ത് നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. എനിക്ക് ആ കല്യാണത്തിന് പോകണ്ട എന്ന് തോന്നിപ്പോയി. വളരെ ശക്തമായി കടുപ്പമായിട്ട് ഞാൻ പറയുക, സമ്പത്ത് ദുർവിനിയോഗം ചെയ്താൽ റബ്ബിന്റെ സമക്ഷത്തിൽ നമുക്ക് കാൽപാദം ചലിപ്പിക്കാൻ സാധ്യമല്ല. എല്ലാം സകല ഫയലുകൾ അല്ലാഹു പരിശോധിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറുതും വലുതും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നല്ലോ. ഞാൻ അവിടെ ചെലവഴിച്ചതും ഇവിടെ ചെലവഴിച്ചതും എല്ലാം അങ്ങ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നല്ലോ. സമ്പത്തിന്റെ വിഷയം മാത്രമല്ല ഇസ്രാഫ്. വെള്ളം അല്ലാഹുവിന്റെ അനുഗ്രഹം. മറ്റൊരു വശം പറയുക, വെള്ളം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? വലൗ കാനത്ത് അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന നദിയിൽ പോയി നിങ്ങൾ വെള്ളം ഉപയോഗിച്ചാലും മിതമായ നിലയിൽ വെള്ളം ഉപയോഗിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴുകുന്ന നദി, കടല്, അതല്ലെങ്കിൽ പുഴ, അവിടെ പോയി നിങ്ങൾ വെള്ളം ഉപയോഗിക്കാനായിക്കൊള്ളട്ടെ, കുളിക്കാനായിക്കൊള്ളട്ടെ, മിതമായ നിലയിൽ നിങ്ങൾ വെള്ളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചത് 2 കുപ്പി വെള്ളത്തിലായിരുന്നു. ചരിത്രത്തിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചത് 2 കുപ്പി വെള്ളത്തിലാണ്. 2 കുപ്പി വെള്ളത്തിൽ കുളിച്ചില്ല എങ്കിൽ പോലും സൂക്ഷ്മത പാലിക്കണം. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, സമ്പത്തിന്റെ വിഷയത്തിൽ, അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചേ പറ്റൂ. അങ്ങനെയുള്ളവരുടെ പര്യവസാനമാണ് നന്നാകുന്നത്. വല്ല ആഖിബത്തുൽ മുസ്ലിമീൻ എന്ന് അല്ലാഹു പറഞ്ഞില്ല, ശ്രദ്ധിക്കണം. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അന്തിമ വിജയം, മരിക്കാൻ പോകുന്ന തൊട്ട് മുമ്പുള്ള സമയം, അതാണ് ആഖിബത്ത് എന്ന് പറയുന്നത്. വല്ല ആഖിബത്തുൽ മുസ്ലിമീൻ അല്ലാഹു പറഞ്ഞില്ല, മുസ്ലിമീങ്ങൾക്കാണ് അന്തിമ വിജയം പറഞ്ഞില്ല. വല്ല ആഖിബത്തുൽ മുഅ്മിനീൻ എന്നും അല്ലാഹു പറഞ്ഞില്ല. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, തികഞ്ഞ സൂക്ഷ്മത പാലിക്കുന്നവർ. ഏത് വിഷയത്തിൽ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ തികഞ്ഞ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് അന്തിമ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ. താഴെ വീണ ഭക്ഷണം എടുത്തു കഴിക്കാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? താഴെ വീണ ഭക്ഷണം എടുത്ത് വൃത്തിയാക്കി അതിനെയും കഴിക്കണം. അത് പിശാചിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കുക, 3 ദിവസം ഒരു മരുഭൂമിയിൽ ഒരു വ്യക്തി കറങ്ങി നടക്കുകയാണ്. ഉദാഹരണം, 3 ദിവസം ഒരു വ്യക്തി മരുഭൂമിയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുക, പച്ചവെള്ളം പോലും കിട്ടിയിട്ടില്ല കുടിക്കാൻ, ഭക്ഷണമില്ല, പാനീയമില്ല, ഒന്നുമില്ല. 3 ദിവസത്തിന് ശേഷം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോ അത് എത്രത്തോളം ആർത്തിയോടെ, ആവേശത്തോടെ അദ്ദേഹം അത് കുടിക്കും? എത്രത്തോളം ആർത്തിയോടെ കുടിക്കും? അതിനും ഹിസാബുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. 3 ദിവസത്തിന് ശേഷം ഒരു ഭക്ഷണമോ പാനീയമോ ഒന്നും കിട്ടാതെ 3-ാം ദിവസം അതല്ലെങ്കിൽ 4-ാം ദിവസം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും ഹിസാബ് ഉണ്ടായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. അതായത് സമ്പത്ത് നമ്മുടെയാ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമ്പത്ത് നമ്മുടെയല്ല, അല്ലാഹു നൽകിയതാ. ഇന്നത്തെ സമ്പന്ന നാളത്തെ ദരിദ്രനാ. ഇന്നത്തെ ദരിദ്ര നാളെ ഇത് ഇങ്ങനെ ഒട്ടത്ത് ചെയ്തുകൊണ്ട് സൈക്ലിംഗ് ആണിത്. ഇന്നത്തെ സമ്പന്ന നാളെയും സമ്പന്നനാണെന്ന് പറയാൻ പറ്റൂല. അതിങ്ങനെ മാറി തിരിഞ്ഞ് കറങ്ങി വരും. അതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിയാൽ, റബ്ബിന്റെ അനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്യാതിരുന്നാൽ അല്ലാഹു അതിൽ ബറക്കത്ത് നൽകും. അവിടെ ഇവിടെയും കൊണ്ടുപോയി കൊട്ടുക, പരമാവധി ചിലവുകൾ കുറയ്ക്കുക. ഈ ആളുകൾക്ക് എന്തെല്ലാം എത്ര കടമാണ്. ചില ആളുകൾക്ക് 20 ലക്ഷം 30 ലക്ഷം ഒക്കെ കടവാ. ഈ രീതിയിൽ കല്യാണം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഉറക്കമില്ല, ടെൻഷൻ, ഡിപ്രഷൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടത്തിന്റെ വിഷയം നമ്മൾ സൂക്ഷിക്കുക. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പറയുക, കടത്തിന്റെ വിഷയം സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു മുഅ്മിനിന്റെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വീട്ടാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവന്റെ ഫയൽ അല്ലാഹു പെൻഡിങ്ങിൽ വെക്കും, പ്രശ്നം തുറക്കൂല. അതിങ്ങനെ അവന്റെ കടങ്ങൾ ദുനിയാവിൽ ആരെങ്കിലും ഏറ്റെടുത്ത് അത് വീട്ടുന്നത് വരെ അവന്റെ ഫയൽ റബ്ബ് തുറക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂൽ കടമുള്ള വ്യക്തിയുടെ മയ്യത്ത് പോലെ നമസ്കരിച്ചിട്ട് ഇതെങ്ങനാ കടം വരുന്നത്?
നമ്മുടെ ധൂർത്ത്, നമ്മുടെ ദുരുപയോഗം ഉണ്ടെങ്കിൽ ഉള്ളത്, ഇല്ലെങ്കിൽ ഇല്ലാത്തവനെ പോലെ ജീവിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചെലവ് ചുരുക്കി മിതമായ നിലയിൽ ജീവിക്കണം. യഥാർത്ഥ സന്തോഷവും കുറെയൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചേക്കണം. എല്ലാ സന്തോഷവും ഒത്തിണങ്ങി കിട്ടുന്നത് സ്വർഗത്തിൽ മാത്രമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. മുഅ്മിനിന് എപ്പോഴും വിഷമമായിരിക്കും. ചിലപ്പോൾ അതിന് പൈസ കിട്ടൂല, ഇതിന് പൈസ കിട്ടൂല, എവിടെയെങ്കിലൊക്കെ ചൈറ്റും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ച് കൂടുതൽ നന്നായി റബ്ബിന് തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് പോകണം. അതാ ഒരു വിജയം. അതല്ലാതെ എല്ലാം കിട്ടി പൂർണ്ണ സന്തോഷം അതിന് മാത്രമില്ല. അള്ളാഹു കൃത്യമായിട്ട് ചോദിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകും. നമ്മളിന്ന് ഒടുവെടുക്കും, പൈപ്പ് ഇങ്ങനെ ശക്തമായ നിലയിൽ വെള്ളം തുറന്നു വിടും, നല്ല ഫോഴ്സിൽ താഴോട്ട് വരും. കാല് പൊക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ട്, കാല് താക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ട്, വെള്ളം എടുത്ത് കൈയെടുത്ത് തലയിലേക്ക് വെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2 ബക്കറ്റ് വെള്ളം പോകും. ഒരു ഒതുവെടുക്കണമെങ്കിൽ ഒരു കുപ്പി വെള്ളത്തിൽ നമുക്ക് ഒതുവെടുക്കാം, നല്ല വിശാലമായ ഒരു കപ്പിൽ നമുക്ക് ഒതുവെടുക്കാം. എത്ര വെള്ളമാ പാഴായി പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. ഇതൊക്കെ ഹിസാബുണ്ട്. വസ്ത്രത്തിന്റെ വിഷയമാണെങ്കിൽ സൂക്ഷിക്കണം. നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ തോന്നിയത് വാങ്ങിച്ചു കൊടുക്കാനെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയാൽ മക്കളുടെ തൃപ്തിയും സ്നേഹവും നമുക്ക് കിട്ടും. വസ്ത്രത്തിന്റെ വിഷയം വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും ബരീഷ. ഓ ആദം സന്തതികളെ, നിങ്ങളുടെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ധരിച്ചോ. വരീഷ, ആലങ്കാരികമായ വസ്ത്രം. എത്ര വിശുദ്ധ ഖുർആൻ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു. ധരിക്കാനുള്ള വസ്ത്രം നൽകിയിട്ടുണ്ട്. വരീഷ, ആലങ്കാരികമായിട്ടുള്ള വസ്ത്രവും നൽകിയിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മതയുടെ വസ്ത്രം ധരിക്കാൻ മറന്നു പോകല്ല എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ വസ്ത്രവും അള്ളാഹു നൽകിയിട്ടുണ്ട്. സാധാരണ വസ്ത്രം, മുന്തിയ ഇനം വസ്ത്രം, പക്ഷേ സൂക്ഷ്മതയുടെ വസ്ത്രം അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ്. സൂക്ഷ്മതയുടെ വസ്ത്രം നിങ്ങൾ ആരും ധരിക്കാൻ മറന്നു പോകല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. സൂക്ഷ്മതയുടെ വസ്ത്രം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതല്ലേ ഭക്ഷണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു തന്ന ഹിസാബ് കുറയ്ക്കാൻ. അൽഹംദുലില്ലാഹില്ലദീ ഹുവ അശ്ബഅനാ വഅർവാനാ വഅൻഅമ അലൈനാ വഅസ്ഗല. ഈ ദുആ പറയുന്നത് ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ള ഹിസാബ് അത് കുറഞ്ഞു കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എന്റെ സമ്പത്താ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വിനിയോഗിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഫഇന്നകും ഫീ ദാരിൽ അമൽ. ഇത് നിന്നോട് ആരും ചോദിക്കാൻ വരൂല. ഇന്ന് നീ പ്രവർത്തനത്തിന്റെ കേന്ദ്രത്തിൽ ആരും നിന്നത് ഉപദേശം ചിലപ്പോൾ നീ കേട്ടില്ലെന്ന് വന്നിരിക്കാം. വല അമൽ വഅൻതും ഗദൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, നാളെ ഫീ ദാരിൽ ഹിസാബ്, ഒരു തസ്ബീഹ് പോലും നിനക്ക് പറയാൻ പറ്റൂല. അവിടെ വിചാരണയുടെ ലോകമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വായും മറ്റവയവങ്ങളൊക്കെ സീല് വെക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൃത്യമായിട്ട് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്ന് എടുത്തെടുത്ത് അല്ലാഹു വിചാരണ ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, കുറച്ച് ചെലവുകളൊക്കെ കുറയ്ക്കണം. അതുപോലെ കടമുള്ളവർ, റസൂലുള്ളാഹി കടമുള്ളവരുടെ വിഷയത്തിൽ നമ്മളും കൂടി സഹായിക്കണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പറയുക, ചില ആളുകൾക്ക് ഭയങ്കര കടമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുന്നു. നമസ്കാരത്തിന്റെ സമയത്തിലല്ല ഇരിക്കുന്നത്, മറ്റൊരു സമയത്ത് പള്ളിയിൽ ഇരിക്കുന്നത് കണ്ടു. വലിയ വിഷമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ അബൂ ഉമാമ പറ്റിയത്? അല്ലാഹു റസൂല് ഭയങ്കര കടം, സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമം, ടെൻഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചത്ത് തടകി സമാധാനിപ്പിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, ഈ ദുആ പതിവാക്ക്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്. നമ്മളൊക്കെ പഠിക്കണം ഈ ദുആ. എല്ലാവർക്കും കട, കച്ചവടക്കാർക്ക് എല്ലാം കടമില്ലാത്ത ആരുമില്ല. ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നത്, ഇങ്ങോട്ട് കിട്ടാനും ഉണ്ട്, അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട്. ഇങ്ങോട്ട് ചില കച്ചവടക്കാരെ പറയും, ഇങ്ങോട്ട് ഇഷ്ടം പോലെ കിട്ടാനുമുണ്ട്, അതുപോലെ ഞാൻ കൊടുക്കാം. ഇതൊന്നും റബ്ബിന്റെ മുന്നിലും വില പോകൂല. എല്ലാം കൃത്യമായിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ഇത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമാ. കടം ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, തലയിണയുടെ അടിയിൽ പേപ്പറിൽ എഴുതി വെക്കണം, ഇന്ന ആൾക്ക് ഇന്ന സമയത്ത് ഞാൻ കടം വാങ്ങിച്ച് ഞാൻ തിരിച്ചു കൊടുക്കണം. മരണം എപ്പോഴാ മനുഷ്യന്റെ മരണം എന്നറിയില്ല. മനുഷ്യൻ മരിച്ചുപോയാൽ അവന്റെ റൂഹ് പെൻഡിങ്ങിൽ നിൽക്കും. മുതഅല്ലഖത്തുൻ ബിദൈനിഹി. അതുപോലെ നമ്മളും ഈ കടമുള്ള ആളുകളെയൊക്കെ സഹായിച്ചു കൊടുക്കണം. കഴിയുന്ന പോലെ നമ്മൾ ഈ കടം നിസ്സാര കാര്യമല്ല. ചില ആളുകളുടെ സമാധാനം മൊത്തത്തിൽ പോകും. ചില ആളുകൾ കൂടുതൽ ആത്മഹത്യ സംഭവിക്കുന്ന ഇതിന്റെ പേരില്ല, നാട് വിട്ട് ഒളിച്ചോടി പോകും.
അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുക, ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിന് വലിയ വിഷമം. എന്ത് പറ്റി? ബഹുമാനപ്പെട്ടവരെ, എനിക്ക് വലിയ കടമുണ്ട്, ഇന്ന് കടക്കാർക്ക് പൈസ കൊടുക്കേണ്ട അവസാന തീയതിയാ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു സമാധാനിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കടം വീട്ടുന്ന വിഷയത്തിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇഅ്തികാഫും വിട്ടിട്ട് മുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പോയി ആ കടക്കാരോട് സംസാരിക്കാൻ, കുറച്ച് ഇളവ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം അവിടെ നീട്ടിക്കിട്ടി. അത്രയ്ക്കായല്ലോ. പിറകിൽ നിന്നൊരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഇബ്നു ഉമർ, നിങ്ങൾ ഇഅ്തികാഫില, എവിടെ പോവാ? ഇഅ്തികാഫില. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഒരു വ്യക്തിയുടെ ആവശ്യം പൂർത്തീകരിക്കുന്നത്, അവന്റെ കടം വീട്ടുന്നതിൽ അവനെ സഹായിക്കുന്നത് 10 വർഷം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ സഹായിക്കണം. പ്രധാനപ്പെട്ട ഈ കടം വന്നു ചേരുന്ന ഈ ദൂരത്തിന്റെ വിഷയത്തിലായി ഈ കല്യാണത്തിന്റെ ചെലവുകളൊക്കെ കുറയ്ക്കണം. മിതമായ രീതിയിൽ സുന്നത്തനുസരിച്ച് ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക്, നാടിനും സമുദായത്തിനും സമൂഹത്തിനും മാതൃകാപരമായ വിവാഹങ്ങൾ നടക്കണം, വലീമകൾ നടക്കണം. നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 കറിയുമ്പോൾ 350 കറിയുടെ ആവശ്യമില്ല. വളരെ മിതമായ നിലയിൽ 150 ചായയുടെ ആവശ്യവുമില്ല, 150 ജ്യൂസിന്റെയും ആവശ്യമില്ല. സ്റ്റേജ് ഡെക്കറേഷൻ എത്ര രൂപയാ? ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു. എല്ലാം അല്ലാഹു ചോദിക്കും. ഒരു ഹദീസ് കൂടി ഞാൻ പഠിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ആഖിറത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരും. അബ്ദി അമാനത്തക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആ വ്യക്തിയോട് അല്ലാഹു പറയും, അമാനത്ത് നിർവഹിക്ക്. ഞാൻ തന്ന അനുഗ്രഹത്തെ കൃത്യമായിട്ട് പറ. ആ വ്യക്തി പറ, കൈഫ, എങ്ങനെ ഞാൻ അതിനെ വിശദമായി പറയുന്നത്? ദുനിയാവൊക്കെ കരിഞ്ഞു പോയില്ലേ? അല്ലാഹു ഒന്നും മിണ്ടൂല. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവനെ വലിച്ചെറിയും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. അവൻ ആ നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് ആപതിക്കുമ്പോ ഏത് അനുഗ്രഹത്തിലാണോ അവൻ ദുരുപയോഗം കാണിച്ചത്, ദൂർത്ത് കാണിച്ചത്, ആ അനുഗ്രഹം നരകത്തിന്റെ അടിത്തട്ടിൽ അവൻ ഒരു ചിത്രം പോലെ കാണും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ എടുത്ത് പിരടിയിൽ വെച്ച് വലിഞ്ഞ് കയറി നരകത്തിന്റെ പുറത്തേക്ക് പോകും. നരകത്തിന്റെ പുറത്തേക്ക് കടക്കാൻ വരുമ്പോൾ അല്ലാഹു പറയും, എടുത്തെറിഞ്ഞേക്കാൻ പറയും വീട്ടിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമ്പത്ത് നമ്മളൊക്കെ നിയത്ത് വെക്കുക, ചെലവുകൾ എഴുതി വെക്കുക. അതൊരു സുന്നത്താ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, വളരെ സൂക്ഷിച്ച് സമ്പത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് നല്ല കാര്യങ്ങളിലാണ്. സദക്കയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, സദക്കയുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? അനർഹരിലേക്ക് സദക്ക പോകാൻ പാടില്ല. അർഹതപ്പെട്ട ആളാണെന്ന് പല പ്രാവശ്യം ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സദക്ക കൊടുക്കാൻ. എന്തിന്റെ പേരില്ല? സമ്പത്ത് പാഴായി പോകാൻ പാടില്ല. അർഹതപ്പെട്ട ആളിലേക്ക് പോകട്ടെ സമ്പത്ത്. നമ്മുടെ ആവശ്യം കുലു വശ്റബു വലാ തുസ്രിഫു. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ കഴിച്ചോ കുടിച്ചോ, പക്ഷെ വലാ തുസ്രിഫു, ഇസ്റാഫ് കാണിക്കരുത്, ധൂർത്ത് കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്ത് കാണിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടൂല. ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നവരെ, സമ്പത്ത് അവിടെയും ഇവിടെയും കൊണ്ട് കൊട്ടിക്കളയുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിനപ്പുറം ഇല്ലല്ലോ. ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന പിശാചിന്റെ കൂട്ടുകാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി, ഇതിങ്ങനെ ജഹന്നമിന്റെയും ഖബറിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സമ്പത്ത് നമുക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല. വളരെ സൂക്ഷിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം. സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം, നല്ല കാര്യങ്ങളിലാണെങ്കിൽ പോലും. കാരണം നമ്മുടെ യഥാർത്ഥ സന്തോഷവും സമ്പത്ത് കാര്യമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നത് ആഖിറത്തിലാണ്. ഒരു തലവേദനയില്ലാത്ത, ഒരു മൂക്കലിപ്പില്ലാത്ത, ഒരു ജലദോഷമില്ലാത്ത ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം സ്വർഗത്തിൽ. അതിൽ കുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ത്യാഗങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ത്യാഗം സഹിക്കണം. ത്യാഗം സഹിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ആഖിറത്തിൽ വലിയ സന്തോഷവും സമാധാനവും കിട്ടുന്നതിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു ഫൈദാ ദുഫിനൽ അബ്ദുൽ കാഫിർ അവിൽ ഫാസിഖ്, ഒരു വ്യക്തിയെ കൊണ്ട് ഖബറടക്കി. നിങ്ങൾ പറയുക, ഒരു വ്യക്തിയെ കൊണ്ട് ഖബറടക്കി. രണ്ട് ആളുകളുടെ വിഷയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് കാഫിർ, അവിശ്വാസിയ, സംശയമൊന്നുമില്ല, നരകത്തില്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 അവൽ ഫാസിഖ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തെറ്റുകാരൻ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന സമ്പത്ത് ദൂർത്തടിക്കുന്നത് റബ്ബിന്റെ കൽപ്പനകളെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. സമ്പത്ത് ദൂർത്തടിക്കുന്നത് റബ്ബിന്റെ കൽപ്പനകളെ നിരാകരിക്കുന്നതിന് തുല്യമാണ്.
ഒരു അത്തരക്കാരെ ഖബറിൽ കൊണ്ടുപോയി അടക്കി ഖബർ പറയും ലാ മർഹബൻ വലാ അഹ്ലൻ വലാ സഹല, നിനക്ക് ഒരു മംഗളാശംസയുമില്ല, എന്റെ മുകളിൽ നടന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പ് നിന്നോടാണ്. അല്ലാഹു റസൂൽ രണ്ട് കൈകളുടെ വിരലുകൾ ഇങ്ങനെ കോർത്തിട്ട് പറഞ്ഞു ഫതഖ്തലിഫ അബ്ലാഉഹു, അവന്റെ വാരിയെല്ലുകൾ ഈ രീതിയിൽ കോർക്കത്തക്കവണ്ണം അവനെ ഖബർ ഞെരുക്കിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറിനെ കുറിച്ച് മാത്രമല്ല ഫാസിഖിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാ. അവിടെയും തീർന്നില്ല. അവന്റെ ഖബറിലേക്ക് 70 വിഷസർപ്പങ്ങളെ ഇട്ട് കൊടുക്കും. ആ 70 വിഷസർപ്പത്തിന്റെ ഒരു സർപ്പത്തിന്റെ ഒരിറ്റ് തുള്ളിയെങ്ങാനും ദുനിയാവിൽ വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ദുനിയാവിൽ ഒറ്റ സസ്യവും മുളയ്ക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗവുമുണ്ട്. ഇഷ്ടം പോലെ കടൽ പോലെ കിടപ്പുണ്ട്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് സന്തോഷിപ്പിക്കും, ചിരിപ്പിക്കും, കളിപ്പിക്കും. പക്ഷെ ഇതൊന്ന് ഭയപ്പെടുത്തുകയാ. എന്തുകൊണ്ട്? സൂക്ഷിച്ചുപയോഗിക്കണം. അവിടെ എവിടെയും കൊണ്ട് കൊട്ടിക്കളയാൻ പാടില്ല. മക്കളുടെ വിഷയത്തിലാണെങ്കിൽ മാതാപിതാക്കളുടെ അതിനപ്പുറമില്ലല്ലോ, മാതാപിതാക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും സമ്പത്ത് സൂക്ഷിച്ചുപയോഗിക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ച് ആ ഒരു സുന്നത്തിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയുടെ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ആയത്ത് എപ്പോഴും ഓർമ്മ വേണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ചെറിയ സൂറത്തിലെ ആയത്താ. ചെറിയ സൂറത്തിനായ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ആഖിറത്തിൽ ചോദിക്കും. ഏത് അനുഗ്രഹം, വസ്ത്രമാണെങ്കിലും മക്കളാണെങ്കിലും വെള്ളമാണെങ്കിലും സമ്പത്താണെങ്കിലും വീടാണെങ്കിലും എല്ലാം അള്ളാഹു ചോദിക്കും. അതിന് കൃത്യമായ ഉത്തരം നമ്മൾ കൊടുക്കേണ്ട ഒരു യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, അവന് തൃപ്തികരമായ നിലയിൽ ഉപയോഗിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുള്ളത്, ബക്കറ്റ് ഷാഹുൽ ഹമീദ് സാഹിബ് സുഖമില്ലാതെ PRS ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമിറായ കാമിലായ ശിഫാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗമുക്തി കൈവരിച്ച് കുടുംബത്തിലേക്ക്, കച്ചവടത്തിലേക്ക്, മറ്റിതര കാര്യങ്ങളിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് കൂട്ടുകുടുംബാദികളിൽ ധാരാളം സഹോദരങ്ങൾ മരണപ്പെട്ടു. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.